ഞാനാ മോനെ. മുത്തശ്ശി, ഞാൻ കരുതി പ്രേതമായിരിക്കും. പ്രേതത്തിന് നിഴലുണ്ടാവില്ലല്ലോ കുഞ്ഞെ. ആണോ? അതെനിക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശി. പറഞ്ഞത് നന്നായി. ഇനി നിഴല് കാണുമ്പോ ഞെട്ടായിരിക്കാവല്ലോ. ഇനിയിപ്പൊ എന്തോ ചെയ്യും മോനെ? മനോഹരനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എല്ലാം അവള് കാരണം മുത്തശ്ശി. ദേവിക ഇപ്പോഴും അച്ഛനെ നിയന്ത്രിക്കുന്നു. ഞാൻ കുറെ ആലോചിച്ചു. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിലൊരാശയം തോന്നി. അത് മോനോട് പറയാനാ ഞാൻ വന്നത്. പറഞ്ഞ മുത്തശ്ശി, എന്താ മുത്തശ്ശിക്ക് തോന്നിയത്? അതെ, മോൻ എത്രയും പെട്ടെന്ന് ഒരു വാടക വീടെടുക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടങ്ങ് മാറാം. അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. വാടക വീടെന്നൊക്കെ പറയുമ്പോ നല്ലതൊക്കെ തന്നെയാ. എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഇനി എന്തോന്ന് ആലോചിക്കാനാ മോനെ? ഈ വീട്ടിൽ താമസിച്ച ആത്മാവിന്റെ ഉപദ്രവം ഉണ്ടാവും, അത് ഉറപ്പാ. മോനെ, നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? വേണം മുത്തശ്ശി, ഉറപ്പായും രക്ഷപ്പെടണം. പക്ഷെ നമ്മൾ മാത്രം മാറിയാൽ ശരിയാവൂ? ദേവിയും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ? അവള് വരുവോ? അല്ലെങ്കിൽ തന്നെ എന്തിനാ അവള്? നമ്മള് മാത്രം പോയാ പോരെ? അതല്ലേ നല്ലത്. അതെ, എന്നാലും ദേവിക വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്താ അച്ഛനും വരാതിരിക്കും മുത്തശ്ശി. അവന് അഹങ്കാരമല്ലേ, അവൻ വരണ്ട. അങ്ങനെ കരുതരുത് മുത്തശ്ശി, അത് ശരിയല്ല. അച്ഛനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? അച്ഛനായിപ്പോയില്ലേ? മുത്തശ്ശി ഒരു കാര്യം ചെയ്യും, ഈ കാര്യം പ്രിയയോടൊന്ന് പറ. പ്രിയ ദേവിയോട് സംസാരിക്കട്ടെ. പ്രിയ പറഞ്ഞ ദേവിക കേൾക്കും. ദേവിക വരണം മുത്തശ്ശി, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിന് അർത്ഥമില്ല. ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. ഞാൻ പോയി സംസാരിച്ചു നോക്കാം. ഞാനൊരു കാര്യം പറയാം. നീ നല്ലവനാ മോനെ. അവൾ എന്തുമാത്രം നിന്നെ അപമാനിച്ചു. എന്നിട്ടും അല്പം പോലും നീ അവളോട് ദേഷ്യം കാണിക്കുന്നില്ലല്ലോ. നിന്റെ വലിയ മനസ്സ് കാണാൻ അവൾക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ മുത്തശ്ശിക്ക് സങ്കടം. ഇന്നല്ലെങ്കിൽ നാളെ അവൾ മോനെ തിരിച്ചറിയും. ഇവിടുന്ന് ഇറങ്ങി നീ എങ്ങോട്ട് പോകാനാ പോകുന്നേ? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾക്ക് തന്നെ വേണ്ടല്ലോ. നിന്നെ ഉപദേശിക്കുകയാണെന്ന് തോന്നില്ലെങ്കിലേ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഇവിടെ കാണിച്ച തെറ്റ് അടുത്ത ജീവിതത്തിലും പോയി കാണിക്കല്ലേ, കേട്ടോ? എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ നിനക്ക് പറ്റണം. ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരായിട്ട് കാണണം, സ്നേഹിക്കണം. തിരിച്ച് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ എന്തിനാ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന? പോയി ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത്? അതല്ലേ ഒരു കുലസ്ത്രീ ചെയ്യേണ്ടത്. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അത് എല്ലാവർക്കും കാണും, നിങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങൾ. അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പാ, അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്താനാ പാട്. നിന്റെ തോന്നൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ വെറുതെ സൂചിപ്പിച്ചെന്നു മാത്രം. അല്ല, എന്നാ ഇവിടുന്ന് താമസം മാറുന്നേ? കോടതിയുടെ ഉത്തരവ് വരട്ടെ, അപ്പൊ പോവാം. അതുവരെ കാത്തിരിക്കണോ? അല്ല, ഇപ്പൊ തന്നെ വേറൊരു വീട് കണ്ടുപിടിച്ച് മാറുന്നതല്ലേ നല്ലത്? എനിക്ക് സൗകര്യമില്ല മാറാൻ. നിയമം വഴി പിരിയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അല്ല, ആരെ ബുദ്ധി ഉപദേശിച്ചു തന്നത്? സ്വയംകൃതിയാണോ അതോ ആങ്ങള പറഞ്ഞു തന്നാണോ? അയ്യോ, അവനൊന്നും പറഞ്ഞു തന്നല്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് ചോദിച്ചേ ഉള്ളൂ. എന്നല്ലേ ഇനി ഇതുപോലുള്ള വെട്ടിത്തരങ്ങള് മേലാൽ ചോദിക്കരുത്. ഞാനും വക്കീല, സിദ്ധോണ്ണും വക്കീല. ഈ നാട്ടിലെ നിയമത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്.
എപ്പോ കോടതി പറയുന്നുണ്ടോ പെറ്റീഷൻ ഗ്രാൻഡഡ് എന്ന് അന്നേ ഞാൻ ഇറങ്ങും. അതിനു മുൻപ് ഇറങ്ങുമെന്ന് ആരും വിചാരിക്കണ്ട. അത് നടക്കില്ല. എന്താ ആലോചിച്ചു കൂട്ടുന്നേ? ഒരു സമാധാനമില്ല. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? പൊന്നുമണിയെക്കുറിച്ച് ഓർത്തിട്ടാണോ? പൊന്നുമണി അമ്മ. പൊന്നുമണിയുടെ ജീവിതം എന്തായാലും ഒരു ദുരന്തമായിട്ട് മാറും. അതും നമ്മൾ തന്നെ കാണണ്ടേ? അതിന് ഡോക്ടർ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു, ഉപദേശിച്ചു, ഗുണദോഷിച്ചു. കേൾക്കാത്ത ആരുടെ കുറ്റമാ? ബന്ധുവായി പോയില്ലേ, തള്ളിക്കളയാൻ പറ്റുമോ? തള്ളിക്കളയണം ഡോക്ടറെ. ഇനിയൊരു കുഴപ്പമുണ്ടാക്കി തിരിച്ചു വന്ന പൊന്നുമണിയെ ഒരു കാരണവശാലും സഹായിക്കാൻ നിൽക്കരുത്. പ്രായപൂർത്തിയായ പെണ്ണല്ലേ അവള്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തത് അവളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ലേ? അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന സകല തിരിച്ചടികളും അവൾ സ്വയം ഏൽക്കണം. എന്തു വന്നാലും താങ്ങാൻ ആളുണ്ട് എന്ന അവസ്ഥ ഇല്ലാതായാലേ അവൾ നന്നാവൂ, പഠിക്കൂ. ശരിയാണ് വിശാല് പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ഇനി ചിന്തിക്കും. പൊന്നുമണി സ്വയം തെരഞ്ഞെടുത്ത ജീവിതം അത്. അതിന്റെ ഭാവി എന്തായാലും അവള് സ്വയം സഹിക്കട്ടെ. ഞാനെന്തിനാ വെറുതെ? പക്ഷേ അമ്മ ഒരിക്കലും ഇതുപോലെ ചിന്തിക്കില്ല വിശാലെ. അമ്മ സെന്റിമെന്റ്സിന്റെ ആളാ. മോനും അങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ ഓടിച്ചെല്ലും. മറ്റുള്ളവരുടെ വേദനകള് സ്വന്തം വേദനകളായിട്ട് തോന്നുന്ന ഒരു മനസ്സുണ്ട് ഡോക്ടർക്ക്. അതുകൊണ്ടല്ലേ എന്നെ സഹിക്കുന്നത്. ഞാൻ വലിയ മനസ്സാ, അത് നല്ലതാ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കണി കാണാൻ പോലും കിട്ടാത്തൊരു കാലഘട്ടത്തിലൂടെയാ നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കെട്ട കാലത്ത് ഇതുപോലുള്ള ആളുകൾ കുറച്ചെങ്കിലും വേണം. എങ്കിലേ നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാനും തിരുത്താനും പറ്റൂ. ഇവനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അവനെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മൾ ശരിയാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ വീട്ടില് അമ്മയടക്കം ആർക്കും ഒരു തന്റെ ഇടമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ ഇവിടെ വരില്ല. വീട് അവളുടെ പേരിലായി പോയില്ലേ മോനെ, അതല്ലേ പ്രശ്നം. വീട് ആരുടെ പേരാണെങ്കിലും അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ. ആ പവർ അമ്മ കാണിക്കണം. ഒരിക്കലും അമ്മ അങ്ങനെ കാണിച്ചാ അതോടെ എല്ലാം നേരെയാവും. എന്തൊക്കെയുണ്ട് ചേർത്തെ വിശേഷങ്ങള്? സുഖാണോ? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ പോയാ മതിയോ? ജയിലിലേക്കൊന്ന് പോകണ്ടേ? നീ ഒന്ന് പേടിപ്പിക്കുവോ? ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇത്തരം തമാശകള് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കുമില്ല. നിന്നോട് ഇതുപോലുള്ള സമയത്ത് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്തിനാ വന്നേ? എന്തിനായിരിക്കും ഊഹിക്കാമോ? എനിക്കെങ്ങനെ അറിയാം? നിനക്കോ? ഓ, എന്നെ അങ്ങ് വിട്ടേക്ക്. നമ്മള് പാവം. എന്നാ കേട്ടോ, അമ്മയ്ക്ക് കൂടി ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്.